കുട്ടി പറഞ്ഞു, ഞാൻ ജെൻസണെയും കൊണ്ടുപോകും, ലോകത്തെവിടെ കൊണ്ടുപോയും ഞാൻ അവനെ ചികിത്സിക്കും, അവനെ റെഡിയാക്കും. ജെൻസൺ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും കോഴിക്കോട്ടേക്കാക്കും. ജെൻസൺ പോയി എന്നുള്ള വാക്കൊഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ ആ കുട്ടിയോട് പറയുന്നു. പക്ഷെ ആ കുട്ടിയുടെ മനസ്സ് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യം ശ്രുതിയെ ICUലേക്ക് മാറ്റി. അപ്പോഴും ശ്രുതിയെ അറിഞ്ഞിട്ടില്ല. ശ്രുതിയെ മാറ്റി ശ്രുതിയുടെ തലഭാഗം ഉയർത്തി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജെൻസന്റെ ബോഡിയുള്ള പെട്ടി ഞങ്ങൾ ICUലേക്ക് കൊണ്ടുവന്നു. തുടക്കത്തിൽ ആ പെട്ടി കണ്ടപ്പോൾ തന്നെ ശ്രുതി പൂർണ്ണ ബോധ്യത്തിലേക്ക് വന്നു. പിന്നെ ശ്വാസോച്ഛ്വാസം കൂടുതലായി, വല്ലാതെ ഒരു പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞതൊന്നും പറയാൻ വയ്യ. അവിടെ ജെൻസനെ കെട്ടിപ്പിടിച്ച് ജെൻസനെ ഉമ്മ കൊടുത്ത് പിന്നെ വല്ലാത്ത വൈകാരികമായിട്ടുള്ള വിഷമകരമായിട്ടുള്ള പറയാൻ കഴിയാത്തതായ രംഗങ്ങളും സംസാരവുമാണ് ആ കുട്ടി അവിടെ നടത്തിയത്. അതിന് ശേഷമാണ് ഇങ്ങോട്ട് കുറേ കഴിഞ്ഞ് ഞങ്ങൾ ആ ബോഡിയിൽ നിന്ന് ശ്രുതിയെ മാറ്റാൻ ശ്രമിച്ചതൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സമയം അവിടെ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളത്. അങ്ങനെ കുറേ സമയം ജെൻസനെ കെട്ടിപ്പിടിച്ച കുട്ടി ഇരുന്നു.